കഴിഞ്ഞ സ്റ്റോറിയിൽ ആലത്തൂർ മണ്ഡലവും പാലക്കാട് മണ്ഡലവും ഒരുമിച്ച് പറയണമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആലത്തൂർ മണ്ഡലം പറഞ്ഞപ്പോൾ തന്നെ നമ്മളെ സമയം കുറേ ദീർഘിപ്പിച്ചു പോയി. പ്രേക്ഷകർക്ക് കേട്ടിരിക്കുന്നതിനൊക്കെ ക്ഷമയുണ്ടാവുമല്ലോ, ക്ഷമ കെട്ട് പോകുന്നു തോന്നി. അതുകൊണ്ട് പാലക്കാട് മണ്ഡലം ഇപ്പോൾ പറയാം. പാലക്കാട് മണ്ഡലം ഏകദേശം 1957 തൊട്ട് തന്നെ ഉള്ളൊരു മണ്ഡലമാണ്. ഡീലിമിറ്റേഷൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചില നിയമസഭാ മണ്ഡലങ്ങളിലുള്ള വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. പാലക്കാട് മണ്ഡലത്തിൽ 1957 വെള്ള ഈശ്വരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എ വിജയരാഘവൻ, അദ്ദേഹം SF-യുടെ ദേശീയ പ്രസിഡന്റാകുമ്പോൾ 1989 അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചതാണ്. അന്ന് മുൻ DCC പ്രസിഡന്റും അവിടുത്തെ സിറ്റിംഗ് അന്ന് 84 അവിടെ MP ആയി വിജയിച്ച VS വിജയരാഘവൻ. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 89 ഈ യുവ നേതാവ് എന്ന രീതിയിൽ വിജയരാഘവൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. എന്നാൽ 91 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS വിജയരാഘവൻ ആ സീറ്റ് തിരിച്ചു പിടിച്ചു, എ വിജയരാഘവനെ പരാജയപ്പെടുത്തിയിട്ട്. പിന്നീട് എ വിജയരാഘവൻ പല മണ്ഡലങ്ങളിലും മത്സരിച്ചിട്ടുണ്ട്. നിയമസഭയ്ക്ക് മത്സരിച്ചു, ലോക്സഭയ്ക്ക് മത്സരിച്ചു. കോഴിക്കോട് നിന്ന് 2014 തോന്നുന്നു ലോക്സഭയ്ക്ക് മത്സരിച്ചു, ഒക്കെ പരാജയപ്പെട്ടു. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം 91 ശേഷം അദ്ദേഹം ആ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അവിടെ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ, പാലക്കാട്, മണ്ണാർക്കാട്, ഇത്രയും സീറ്റുകളാണ്, ഇത്രയും മണ്ഡലങ്ങളാണുള്ളത്. അതിൽ പട്ടാമ്പിയിൽ മുഹസിനാണ് MLA CPIയുടെ, ഷൊർണൂർ മമ്മിക്കുട്ടിയാണ്, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ പ്രഭാകരനാണ്. ഇത്രയും സീറ്റുകൾ ഇടതുമുന്നണിയുടെ ആണ്, ഈ 5 സീറ്റ്. അതേസമയം പാലക്കാട് നിയമസഭാ മണ്ഡലം ഷാഫി കോൺഗ്രസിൻ്റെയാണ്, മണ്ണാർക്കാട് നിയമസഭാ മണ്ഡലം ഷംസുദ്ദീൻ മുസ്ലിം ലീഗിൻ്റെയാണ്. അതായത് 2 സീറ്റ് UDFൻ്റെ. ഈ മണ്ഡലത്തിൽ 1989 വിജയരാഘവൻ ജയിച്ചു എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ 91 VS വിജയരാഘവൻ ജയിക്കുന്നു. പിന്നീട് 96, 98, 99, 2004 ഈ 4 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി അവിടെ നിന്ന് DYFയുടെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിരുന്ന, CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമൊക്കെ ആയിരുന്ന NN കൃഷ്ണദാസ് മത്സരിച്ച് വിജയിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്നു. അദ്ദേഹത്തെ CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കുന്നു, തരം താഴ്ത്തുന്നു. സംഭവം വേറൊന്നുമല്ല, അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല. AK ബാലൻ CPM സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് വിഭാഗീയത പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഫോൺ റെക്കോർഡ് ചെയ്ത് അത് പാർട്ടിക്ക് കൊടുത്തു. ഇയാൾ ഈമാതിരി വൃത്തികേട് കാണിക്കുന്നുണ്ട്, ഗ്രൂപ്പിസം പ്രവർത്തനം ഇവിടെ നടത്തുന്നുണ്ട് എന്നുള്ളത് കൃഷ്ണദാസ് കൊടുത്തു. സാധാരണഗതിയിൽ വിഭാഗീയ പ്രവർത്തനം നടത്തിയ ആൾ മാലനാണ്, അപ്പം അദ്ദേഹത്തിനെതിരെയാണ് നടപടി എടുക്കേണ്ടത്. പക്ഷേ അദ്ദേഹം വിഭാഗീയ പ്രവർത്തനം നടത്തിയെങ്കിലും അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തത് മോശമായി എന്ന് പറഞ്ഞിട്ട് പരാതിക്കാരനെതിരെ നടപടിയെടുത്തു. ഇത് കണ്ണൂർ നമ്മളെ മുൻ MLAയുടെ മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെ സംരക്ഷിക്കുകയും അയാളെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കുകയും പരാതി കൊടുത്ത ഈ MLA പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്ത പോലെയുള്ളതാണ്. അങ്ങനെയാണ് വിചിത്രമായ ശിക്ഷാരീതികളുള്ളൊരു പാർട്ടിയാണ് CPM. അതിൻ്റെ ഏരിയയായിരുന്നു NN കൃഷ്ണദാസ്. പിന്നീട് അദ്ദേഹത്തെ ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല പ്രാസംഗികനൊക്കെ ആയിരുന്നു. അങ്ങനെ 2009 2014 അവിടെ നിന്ന് MP രാജേഷിനെ നടത്തുന്നു. നമ്മളിപ്പോഴത്തെ മന്ത്രി MP രാജേഷ്, അദ്ദേഹവും DYFയുടെ ദേശീയ അധ്യക്ഷനൊക്കെ ആയിരുന്നു. MP രാജേഷ് 2 തവണയും മത്സരിച്ചു, വിജയിച്ചു. 2019 തെരഞ്ഞെടുപ്പിൽ അവിടെ നിർത്തിയത് വീണ്ടും MP രാജേഷിനെ തന്നെ. പക്ഷേ MP രാജേഷിനെതിരെ കോൺഗ്രസ് VK ശ്രീകണ്ഠനെ നടത്തുന്നു. VK ശ്രീകണ്ഠൻ്റെ ഭാര്യ KA തുളസി പണ്ട് ഒറ്റപ്പാലത്തൊക്കെ മത്സരിച്ചിട്ടുണ്ട്. രണ്ടുപേരും 2 ജാതിയിൽപ്പെട്ടവരാണ്. അങ്ങനെ വിവാഹം കഴിച്ച് മാതൃകാപരമായിട്ടുള്ള വിവാഹമാണ്. MP രാജേഷിനതും അങ്ങനെ തന്നെയാണ്. 2 മതത്തിൽപ്പെട്ടവരായിരുന്നു, മതേതരമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരായിരുന്നു. വളരെ മാതൃകാപരമായിട്ടുള്ള അവർ രണ്ടുപേരും തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദ. രാജേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ശ്രീകണ്ഠൻ ജയിക്കുകയും രാജേഷ് തോക്കുകയും ചെയ്തെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ബന്ധങ്ങളുണ്ടെന്ന്, മാതൃകാപരമായിട്ടുള്ള ബന്ധം. എ വിജയരാഘവനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. പാർട്ടി സംഘടനയ്ക്കകത്ത് ഇന്ന് ആലപ്പുഴ ജില്ല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും വിഭാഗീയത നിലനിൽക്കുന്ന ഒരു മണ്ണാണ് പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിൽ CKR ഒരു വശത്ത്, ജില്ലാ സെക്രട്ടറി വേറെ വശത്ത്, അങ്ങോട്ടും ഇങ്ങോട്ടും കുലംകുത്തൽ, ഇതൊക്കെയാണ് പരിപാടി. ഈ വിഭാഗീയത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടന്ന ഏക നിയമസഭാ മണ്ഡലം മണ്ണാർക്കാടാണെന്നാണ് നമുക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. സംഘടിതമായൊരു പ്രവർത്തനം നടന്നിട്ടുണ്ട്. PK ശശി മുൻ MLA, ഷൊർണൂർ MLA, ഇപ്പോൾ KTTCയുടെ ചെയർമാനായിട്ടുള്ള PK ശശിയുടെ നേതൃത്വത്തിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട്. അദ്ദേഹത്തിന് എന്തോ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയണ കേൾക്കണം. എന്നിട്ടും അദ്ദേഹം സജീവമായിരുന്നു ഈ ചൂടുകാലത്ത്. അതേസമയം മറ്റ് പല മണ്ഡലങ്ങളിലും തണുത്ത സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ടൈറ്റ് ഫൈറ്റാണ് എന്നുള്ളതാണ് നിരീക്ഷകരൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചും VK ശ്രീകണ്ഠൻ വന്ദേ ഭാരത് ട്രെയിൻ വന്നപ്പോൾ ഷൊർണൂർ സ്റ്റോപ്പ് അനുവദിച്ചത് ശ്രീകണ്ഠൻ്റെ ഇടപെടൽ കൊണ്ടാണെന്നുകൊണ്ട് ശ്രീകണ്ഠൻ്റെ പോസ്റ്റർ വന്ദേ ഭാരത് പുതിയൊരു ട്രെയിൻ വന്നതാണ്. ഇവനൊക്കെ ഈ കാണുന്ന KSRTC ബസ്സിൽ പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ വന്ദേ ഭാരതി കൊണ്ടു ഒട്ടിച്ചു. പിന്നെ അവരെ കൊണ്ട് തന്നെ പറപ്പിച്ചു. അത് അതായത് ഒരു പ്രാഞ്ചിയേട്ടൻ കളി, ഒരു അല്പത്തരം കളി, 8 കാലി മമ്മൂഞ്ഞ് കളി,
വി കെ ശ്രീകണ്ഠൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് അദ്ദേഹത്തിന് ഭയങ്കര നെഗറ്റീവായിട്ടുണ്ട്, വലിയ ക്യാമ്പയിനായിരുന്നു. അവിടെ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട വേറെ കാര്യം, ഇപ്പോൾ ഈ എ വി ഗോപിനാഥിൻ്റെ ഒരു എഫക്റ്റ് അവിടെ ഉണ്ടാവും. ആലത്തൂർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ്, അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റുന്ന കുറച്ച് വോട്ടുകളൊക്കെ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. കൃഷ്ണകുമാറാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ഇത്രയും ആപ്റ്റായിട്ടുള്ള ബി ജെ പിക്ക് പറ്റിയിട്ടുള്ള കാൻഡിഡേറ്റ് വേറെ ഇല്ല. കൃഷ്ണകുമാർ അവിടെ 2016 തന്നെ മലമ്പുഴ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പം അതുവരെ 2ാം സ്ഥാനത്തായിരുന്ന കോൺഗ്രസിനെ 3ാം സ്ഥാനത്തേക്ക് തള്ളി കൃഷ്ണകുമാർ മലമ്പുഴയിൽ 2ാം സ്ഥാനത്തെത്തിയ ആളാണ്. അത്രയധികം വോട്ട് പിടിക്കാൻ കഴിവുണ്ട്. ബി ജെ പി പ്രവർത്തകർക്കിടയിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഒരുപാട് സാമ്പത്തിക സോഴ്സുകളുണ്ട്. വൻ വ്യവസായികളെല്ലാം അദ്ദേഹത്തിന് ഫണ്ട് ഇഷ്ടം പോലെ കൊടുക്കുന്നതാണ്. ബി ജെ പിയുടെ സംഘടനാ സംവിധാനത്തിനകത്ത് നല്ല സ്വാധീനമുണ്ട്. 2016 അദ്ദേഹം മലമ്പുഴയ്ക്ക് പകരം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന് പകരം അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ അന്ന് ഷാഫി പറമ്പിൽ തോക്കുകയും കൃഷ്ണകുമാർ ജയിക്കുകയും ചെയ്യുമായിരുന്നു. അതാണ് അവിടുത്തെ ഒരു വസ്തുത ഉണ്ടായിരുന്നത്. അന്ന് 2019 ലോക്സഭാ മണ്ഡലത്തിലും ഈ തെരഞ്ഞെടുപ്പിലും കൃഷ്ണകുമാർ അവിടെ നിന്ന് മത്സരിച്ചു. അന്ന് ഏകദേശം കൃഷ്ണകുമാർ 2,18,000 വോട്ടാണ് 2019 ആ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചെടുത്തത്. 2,18,000 വോട്ട്. 2014 ശോഭാ സുരേന്ദ്രൻ അവിടെ കിട്ടിയിരുന്നത് കേവലം 1,36,000 വോട്ടാണ്. അതിൽ നിന്നാണ് 2,18,000 ഏകദേശം 64, 18, 82,000 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷം പിന്നെ വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. നിലവിലുള്ളതിൽ നിന്ന് ഏകദേശം 60% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ കൃഷ്ണകുമാർ ഇത്തവണ ഒരു 3 ലക്ഷം വോട്ട് പിടിച്ചാൽ അവിടുത്തെ ചിത്രമൊക്കെ മാറും. ശക്തമായ ത്രികോണ മത്സരം കേരളത്തിൽ നടക്കുന്ന, തൃശ്ശൂർ പോലെ തിരുവനന്തപുരം പോലെ നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ഈ പാലക്കാട് മണ്ഡലം. പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് അവർ അട്ടിമറി പ്രതീക്ഷ വരെ വെച്ച് പുലർത്തിയിരുന്ന ശ്രീകണ്ഠൻ അവസാന ഘട്ടത്തിലൊക്കെ ശരീരഭാഷ തന്നെ വളരെ ദുർബലമായി തോന്നുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ബി ജെ പിക്ക് ഒരു മുനിസിപ്പാലിറ്റി കിട്ടിയിട്ടുള്ളത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. പിന്നെ വിജയരാഘവൻ എത്രയൊക്കെ പണിയെടുത്തു എന്ന് പറഞ്ഞാലും ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം അവിടെയുണ്ട്. പിന്നെ വിജയരാഘവൻ ക്ലീൻ ഇമേജുള്ള രാഷ്ട്രീയ നേതാവല്ല. സി പി എമ്മിൻ്റെ ഉയർന്ന ബോഡിയിലുള്ള അംഗമാണ്, പൊളിറ്റ് ബ്യൂറോ അംഗമാണ്, സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്, LDF കൺവീനറുടെ ചുമതല വഹിച്ചിട്ടുണ്ട്, ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അംഗീകാരമില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദു മന്ത്രി എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ല ചീത്തപ്പേരൊക്കെ കേൾപ്പിക്കുന്നുണ്ട്. ബിന്ദു റിയാസിനോടും വീണ ജോർജിനോടൊക്കെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ആരാണ് ഏറ്റവും മോശം മന്ത്രി എന്നുള്ള സ്ഥാനത്തേക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള ബിന്ദുവിൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെയുള്ള പേരും ഒക്കെ വിജയരാഘവന് ദോഷമായി തീരാൻ സാധ്യതയുണ്ട്. സംഘടന എത്ര സ്ട്രോങ് ആയിട്ടും കാര്യമൊന്നുമില്ലല്ലോ. ആളുകൾ പിന്നെ വ്യക്തിയുടെ ക്വാളിറ്റിയും കൂടി നോക്കൂലേ. സ്ത്രീകളിന് പിന്നെ അങ്ങനത്തെ വലിയ നെഗറ്റീവ്സ് ഒന്നുമില്ല. ഈ അല്പത്തരമൊക്കെ കുറച്ച് കാണിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപകടകാരിയൊന്നുമല്ല. സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങളൊന്നും നടത്തിയിട്ടില്ല. വിജയരാഘവനായിട്ട് രമ്യ ഹരിദാസിനെതിരെ ഒക്കെ ഇങ്ങനെ ഈ അശ്ലീല പരാമർശമൊക്കെ നടത്തിയ അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ ആളാണ്. എന്നിട്ടാണ് ഇമാതിരി തോന്നിയാസൊക്കെ പറഞ്ഞു നടന്നത്. മകളുടെ പ്രായമേ ഉള്ളൂ രമ്യ ഹരിദാസിന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. ശ്രീകണ്ഠൻ നേരിയ മാർജിന് ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രവചനാതീതമായ ഒരു മത്സരം നടന്നു എന്ന് പറയുമ്പോൾ തന്നെയും, കാരണം അത് ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെയും ശ്രീകണ്ഠൻ ജയിച്ചാൽ നേരത്തെ ഞാൻ പല സ്റ്റോറിയിലും പറഞ്ഞതുപോലെ പിണറായി വിജയന് വേണ്ടി പ്രത്യേക പൂജ നടത്തണം. കാരണം അദ്ദേഹത്തിൻ്റെ ഐശ്വര്യം കൊണ്ടാണ് നിങ്ങളൊക്കെ ജയിക്കുന്നത് എന്നുള്ള ഓർമ്മയാണ് ആദ്യം സൃഷ്ടിക്കേണ്ടത്.